ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ അടുക്കളയിൽ ഒന്നാമനാണ് ചക്ക. പഴമായും കറി വയ്ക്കാനും ചിപ്സ് നിർമ്മാണം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ചക്ക ഒരു ഓൾറൗണ്ടർ തന്നെയാണെന്ന് പറയുന്നതിൽ സംശയമില്ല. വർഷം മുഴുവൻ ചക്ക ലഭിക്കുന്ന ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല മഴക്കാലത്ത് കായ്പിടുത്തം കുറവായിരിക്കും. ചക്ക നമ്മുടെ പറമ്പിലും ചുറ്റുവട്ടത്തും ഓരോ സീസണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സീസൺ കഴിഞ്ഞാലും ചക്ക കഴിക്കാൻ കൊതി തോന്നാറുണ്ട്. ആ സമയത്ത് ഇത് ലഭ്യമാവുകയുമില്ല. ചക്കയുള്ള സീസണിൽ പച്ചയായാലും പഴുത്തതായാലും ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം. കുറേ നാളുകൾ കഴിയുമ്പോൾ ഏത് സീസണിലും ഇതുകൊണ്ട് പല വിഭവങ്ങളും തയ്യാറാക്കിയെടുക്കാം. ഏത് സീസണിലും നമ്മുടെ ചക്ക ലഭിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ഇന്ന് എല്ലാ കടകളിലും ഏത് സീസണിലും ലഭിക്കുന്ന ഒന്നാണ് ചക്ക കൊണ്ട് തയ്യാറാക്കിയ ചിപ്സ്. ചക്ക ഉപ്പേരി, ചക്ക വറുത്തത് എന്നിങ്ങനെ പല പേരിലായിരിക്കും പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. ചക്കയുടെ സീസൺ കഴിഞ്ഞാലും ഇതുപോലുള്ള പലഹാരം എന്നും കിട്ടുന്ന ഒന്നാണ്. എന്നാൽ ചക്ക തോരൻ വേണമെങ്കിലോ? അതിനും വഴിയുണ്ട്. നമ്മുടെ ഈ കറുമുറാന്നിരിക്കുന്ന ചക്ക ചിപ്സിൽ നിന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ? എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ചക്ക ചിപ്സാണ്. അപ്പം നല്ല കറുമുറാന്നിരിക്കുന്ന ഈ ചിപ്സിൽ നിന്നാണ് നമുക്കിനി തോരൻ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഈ പാക്കറ്റിൽ നിന്നും പകുതിയോളം ചക്ക ചിപ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചക്ക ചിപ്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. കൂടാതെ നല്ല കനത്തിൽ തന്നെ അരിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ തോരന് വേണ്ടിയിട്ട് ഈ ചിപ്സൊക്കെ നന്നായി ഒന്ന് പൊതിർക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ചിപ്സിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ വേണ്ടത് ആവശ്യത്തിനുള്ള ചിരകിയ തേങ്ങയും കറിവേപ്പിലയും എരിവിന് വേണ്ടിയിട്ട് ഒരു വറ്റൽമുളകും. ഒരു 1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ചിപ്സൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചിപ്സ് വറുത്തെടുത്ത എണ്ണയൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് വേണം നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിപ്സ് 2 പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് നന്നായി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ്. കൂടെ ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ച സവാളയാണ്. ഇനി ഈ സവാളയൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊന്ന് അല്പം വഴന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കുക. ഏകദേശം സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. ഇനി മസാലകളൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചച്ചയൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെ പച്ചച്ചയൊക്കെ ഒന്ന് മാറി സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊതിരാൻ മാറ്റി വെച്ച നമ്മുടെ ചക്ക ചിപ്സാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി എല്ലാം യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചക്കച്ചുളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ചിരകിയ തേങ്ങയാണ്. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചക്ക ചിപ്സ് കൊണ്ടുള്ള ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പറമ്പിലൊക്കെയുള്ള ചക്ക എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. എന്നാൽ നമ്മുടെ കടകളിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചക്ക കൊണ്ടുള്ള ചിപ്സ് എന്നും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ചക്ക ചിപ്സ് വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ചക്കത്തോരനൊക്കെ വേണമെങ്കിൽ ചക്കയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചക്ക ചിപ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു ഡിഷുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.